ഉറപ്പായി പറയാവുന്ന തെളിവുകൾ ഇതുവരെയും അങ്ങനെ ലഭിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ആധുനിക മനുഷ്യർ എന്റെയും നിങ്ങളുടെയും എല്ലാം ജനിതഘടനയിൽ 2% മുതൽ 3% വരെ എല്ലാവരുടെയും ജനിതകത്തിൽ നിയാൻഡർത്താൽ മനുഷ്യരുടെ ഉൾപ്പെടെയുള്ള ജനിതകം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 65,000 വർഷം മുമ്പ് ഇവിടെ എത്തിയ ആധുനിക മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്ന, സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നിയാൻഡർത്താൽ മനുഷ്യർ ഉൾപ്പെടെയുള്ളവരുമായി സങ്കരണം നടത്തുകയും അത് നമ്മളുടെ ജനിതഘടനയിലേക്ക് പിൽക്കാലത്ത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ആ നിയാൻഡർത്താലൊക്കെ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാലും ആധുനിക മനുഷ്യർ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഏകദേശം 65,000 വർഷം മുമ്പാണ്. ഏകദേശം 7,500 വർഷം മുമ്പ് ഇവിടെ മഹത്തായ ഒരു നാഗരികത ഉണ്ടാക്കിയ, 7,500 വർഷം മുതൽ ഇങ്ങോട്ട് 4,000 വർഷം മുമ്പ് വരെ മഹത്തായ ഒരു നാഗരികത ഉണ്ടാക്കി ഇവിടെ ജീവിച്ചൊരു ഹാരപ്പൻ സംസ്കാരം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ആര്യന്മാർ കടന്നു വരുന്നത്. 4,000 വർഷം ഇപ്പുറത്തെ ചരിത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ ആര്യന്മാർക്ക് ഉള്ളത്. അതിനുശേഷവും ധാരാളം പേർ വന്നിട്ടുണ്ട്. ഈ ആര്യന്മാരുടെ വൈദിക കാലഘട്ടത്തിന്റെ അവസാനം കുറിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും ബുദ്ധ സംസ്കാരവും ജൈനമത സംസ്കാരവും എല്ലാം നമ്മുടെ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ പുഷ്ടിപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സാമ്രാജ്യങ്ങൾ, മൗര്യ സാമ്രാജ്യവും പിന്നെ ഉൾപ്പെടെയുള്ള ഗുപ്ത സാമ്രാജ്യവും ഉൾപ്പെടെയുള്ള സാമ്രാജ്യങ്ങൾ എല്ലാം പുഷ്ടിപ്പെടുന്നത് BCEയുടെ ഏറ്റവും അവസാന കാലത്ത്. പിന്നെ നമ്മൾ ഇന്ന് പൊതുവർഷം എന്ന് പറയുന്ന CE എന്നറിയപ്പെടുന്ന പൊതുവർഷത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒക്കെയാണ് സാമ്രാജ്യങ്ങൾ പുഷ്ടിപ്പെട്ടു തുടങ്ങുന്നത്, മൗര്യ സാമ്രാജ്യം ഉൾപ്പെടെയുള്ളത്. ഈ സാമ്രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള പ്രബലമായ സാമ്രാജ്യങ്ങളിൽ മിക്കവാറും എല്ലാം തന്നെ ബഹുഭൂരിപക്ഷവും തന്നെ പിന്നെ ഒന്നുകിൽ ബൗദ്ധികമോ അല്ലെങ്കിൽ ജൈനവുമായി ബന്ധപ്പെട്ടതോ ആണ്. ഹൈന്ദവേതരമായിട്ടുള്ള സാമ്രാജ്യങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രാജവംശങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് വീണ്ടും ഈ ബൗദ്ധ ജൈന സംസ്കാരങ്ങളെ തച്ചുടച്ചുകൊണ്ട് അതിലേക്ക് കടന്നു കയറിക്കൊണ്ട് ബ്രാഹ്മണ്യം ഒരു പുനർജീവനം നടത്തുകയും വൈദിക കാലഘട്ടത്തിന്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബ്രാഹ്മണ്യം വീണ്ടും ഒരു പുനരുജ്ജീവനം നടത്തുകയും അവർ പിന്നീട് ഇവിടെ സമഗ്രാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലാണ് ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും ഉൾപ്പെടെയുള്ളത് ഇന്നു കാണുന്നത് പോലെ അല്ലെങ്കിൽ ഇന്നത്തേക്കാൾ കുറച്ചുകൂടി രൂക്ഷമായ രൂപത്തിലേക്ക് ശക്തി പ്രാപിക്കുന്നത്. ഒരുപക്ഷെ വൈദിക കാലഘട്ടത്തിൽ പോലും ഈ ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയും ഇത്ര രൂക്ഷമായിരുന്നില്ല. ഏറ്റവും അധികം കലർപ്പുണ്ടായിരുന്ന നമ്മൾ പൊതുവർഷത്തിന്റെ 1-ാം നൂറ്റാണ്ട് വരെ അതിശക്തമായിട്ടുള്ള കലർപ്പ്, എല്ലാ വിഭാഗം ജനങ്ങളും തമ്മിൽ ഒരു ഭേദവുമില്ലാതെ കലർപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജനിതക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനുശേഷമാണ് വംശശുദ്ധി എന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടായി വരികയും ആ വംശശുദ്ധി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗോത്രത്തിലുള്ളവർ, പ്രത്യേക വിഭാഗത്തിലുള്ളവർ ആ വിഭാഗത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുക, അവരുടെ മാത്രം പരമ്പരകൾ ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് വരികയും അത് ചാതുർവർണ്ണയത്തിലേക്ക്, അത് ജാതീയമായിട്ടുള്ള കടുത്ത വേർതിരിവുകളിലേക്ക് ഒക്കെ ഉണ്ടായി വരികയും ചെയ്യുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഏകദേശം മുഗളന്മാരുടെ കാലഘട്ടം വരെയും ഈ നീണ്ടുനിന്ന ഒരു ഏറിയും കുറഞ്ഞ ശക്തി കൂടി നീണ്ടുനിന്ന ഒരു കാലഘട്ടമാണ്, ഒരു ആധിപത്യ കാലഘട്ടമാണ് ഈ ബ്രാഹ്മണ്യം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണ്യത്തിനെ തിരിച്ചുകൊണ്ടുവരണം. ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ആര്യ സംസ്കാരത്തിന്റെ തുടർച്ചയാണ്. അത് അവസാനിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം ഉൾപ്പെടെയുള്ളത് വരികയും പിന്നീട് ബ്രിട്ടീഷുകാർ ഉൾപ്പെടെയുള്ള വൈദേശിക ശക്തികൾ ഇന്ത്യയിൽ സ്ഥാനമുറപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ അധീശത്വം ഇല്ലാതായി മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഈ ഒരുപാട് ശക്തികൾ കടന്നു വന്നിട്ടുണ്ട്, ഈ ചരിത്രവും സംസ്കാരവും പിന്നെ ശാസ്ത്രവും എല്ലാം നമ്മളോട് പറയുന്നത് ഒരുപാട് സംസ്കാരങ്ങൾ ഇന്ത്യയിൽ മുഗളന്മാർ മാത്രം ശത്രുക്കളാണ്, മുഗളന്മാർ അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികൾ മാത്രം ശത്രുക്കളാണ് എന്ന തരത്തിലേക്ക് സൂചിപ്പിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ഇതിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മറ്റൊരു അവകാശവാദമായിട്ട് ഇവർ ഉന്നയിക്കാറുള്ളത് ഞങ്ങളുടെ ഈ സംസ്കാരമാണ്, ഈ ആർഷഭാരത സംസ്കാരമാണ് നമ്മളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സംസ്കാര ഘടകം എന്നതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ആണ്, വൈദിക കാലഘട്ടം മുതൽ ഇങ്ങോട്ടാണ് നമ്മളിവിടെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിന്റെ ഏറ്റവും പരിപൂർണതയിൽ എത്തി നിന്നതെന്നും ഇന്ന് ലോകത്തുണ്ടാകുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പണ്ട് തന്നെ ഉണ്ടായിരുന്നു എന്നും ആണ്. യഥാർത്ഥത്തിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലും നമുക്ക് ചരിത്രവും പിന്നെ ശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും ധാരാളം തെളിവുകൾ പാലിയോന്തോളജി ഉൾപ്പെടെയുള്ള
ധാരാളം നരവംശശാസ്ത്രത്തിൻ്റെത് ഉൾപ്പെടെയുള്ള ധാരാളം തെളിവുകൾ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ഹാരപ്പൻ സംസ്കാരം, ആ സംസ്കാരം നിലനിന്ന കാലത്ത് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന സംസ്കാരം ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്കാരങ്ങളോടെല്ലാം കിടപിടിക്കാൻ തക്കത്തിലുള്ളതായിരുന്നു. അവര് സ്വർണവും ചെമ്പും ഉൾപ്പെടെയുള്ള ലോഹങ്ങൾ ഖനനം ചെയ്തെടുക്കുകയും അതുപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങൾ, ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ആഭരണങ്ങളും മറ്റ് ഉപകരണങ്ങളും എല്ലാം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ വീടുകളുടെ നിർമ്മിതി എന്ന് പറയുന്നത് ഏറ്റവും സമഗ്രമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള പെർഫെക്ഷനുള്ള നിർമ്മിതികൾ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി ഇഷ്ടികകൾ പോലും ആ പ്രദേശത്ത് മുഴുവനും കൃത്യമായിട്ട് ഏകമാനം ഒരേ തരത്തിലുള്ള അളവുകളുള്ള ഇഷ്ടികകളും അളവുകളും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങൾ ഏറ്റവും ആ കാലത്ത് ഉപയോഗിക്കാവുന്ന ഏറ്റവും വികസിതമായ ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ആ കാലത്തെ പ്രതിമകൾ ഉൾപ്പെടെയുള്ളത് നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത് ആ കാലഘട്ടം എത്രമാത്രം വികസിതമായിരുന്നു സാങ്കേതിക വിദ്യയിലും. അറിവ് എല്ലാവരിലും വ്യാപിപ്പിക്കുന്ന തരത്തിലും അന്നത്തെ മലിനജലക്കുഴ, നഗരങ്ങളിലെ മലിനജലക്കുഴകൾ ഉൾപ്പെടെ ആ നഗരവീഥികൾ ഉൾപ്പെടെയുള്ളത് ഏറ്റവും വികസിതമായിട്ടുള്ള ഒരു നാഗരികതയുടെ സൂചനകളാണ് നമുക്ക് നൽകുന്നത്.